Dear students, today we are going to discuss about the important properties of a binomial distribution. Let us see one by one. First one is binomial distribution is a discrete probability distribution. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. Second one, binomial distribution has only two parameters. രണ്ട് parameters binomial distribution ഉള്ളൂ. They are n and p. n ഉം p യുമാണ്. n എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Number of trials. P is equal to probability of success in a single trial. Okay, and if we know these two parameters n and p, all the terms of binomial distribution can be found out. n ഉം p യും നമുക്കറിയാമെങ്കിൽ binomial distributionന്റെ എല്ലാ ടേംസും നമുക്ക് എഴുതാൻ സാധിക്കും. Third property, in binomial distribution is equal to mean. In binomial distribution, mean is always equal to np. Mean എന്ന് പറയുന്നത് n into p ക്ക് തുല്യമാണ്. n into p ആണ് binomial distributionന്റെ mean എന്ന് പറയുന്നത്. Okay. Fourth one, in a binomial distribution, standard deviation is always equal to root npq. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എല്ലായ്പ്പോഴും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എല്ലായ്പ്പോഴും റൂട്ട് npq ആയിരിക്കും. In binomial distribution, variance equal to npq. വേരിയൻസ് എന്ന് പറയുന്നത് npq ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരുന്നു? റൂട്ട് npq ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് വേരിയൻസ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ npq ആണ് വരിക. ഓക്കെ. സിക്സ്ത് വൺ, ഇൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വേരിയൻസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ മീൻ. എല്ലായ്പ്പോഴും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ വേരിയൻസ് മീനിനേക്കാളും കുറവായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പിയും ക്യൂവും എല്ലായ്പ്പോഴും വണ്ണിനേക്കാളും കുറവായിരിക്കും. കാരണം പിയും ക്യൂവും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് പിയും ക്യൂവും എല്ലായ്പ്പോഴും വണ്ണിനേക്കാളും കുറവായിരിക്കും. മീൻ എന്ന് പറഞ്ഞാൽ np ആണ്. ഓക്കെ. വേരിയൻസ് npq ആണ്. അപ്പോൾ മീനിനെ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് മീൻ എന്ന് പറഞ്ഞാൽ np ആണ്, ഇതിനെ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, മീനിനെ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വേരിയൻസ് കിട്ടും. ക്യൂ എല്ലായ്പ്പോഴും വണ്ണിനേക്കാളും കുറവായിരിക്കുമല്ലോ. അപ്പോൾ മീനിനെ വണ്ണിനേക്കാളും കുറഞ്ഞ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എല്ലായ്പ്പോഴും കുറവായിരിക്കും, മീനിനേക്കാളും കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലായ്പ്പോഴും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ വേരിയൻസ് എന്ന് പറയുന്നത് മീനിനേക്കാളും കുറഞ്ഞ ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ. Then seventh property, variance of a binomial distribution is maximum at p equal to q equal to 1/2. പിയും ക്യൂവും തുല്യമാകുന്ന അല്ലെങ്കിൽ പിയും ക്യൂവും 1/2 ആകുന്ന അവസ്ഥയിലാണ് ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് ഏറ്റവും മാക്സിമത്തിലെത്തുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് ഏറ്റവും മാക്സിമം വരിക എപ്പോഴായിരിക്കും? പിയും ക്യൂവും ഈക്വൽ ആകുന്ന സമയത്ത്. അതായത് പിയും 1/2 ആകുക, ക്യൂവും 1/2 ആകുക. അങ്ങനെ പിയും ക്യൂവും 1/2 ആകുന്ന സമയത്തുള്ള ആ മാക്സിമം വേരിയൻസ് എത്രയായിരിക്കും? n/4 ആയിരിക്കും. മാക്സിമം വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു n/4. എന്തുകൊണ്ടാണ്? വേരിയൻസിൻ്റെ ഫോർമുല എന്തായിരുന്നു? npq ആണ്. പിയും ക്യൂവും ഈക്വൽ ആകുക എന്ന് പറഞ്ഞാൽ p 1/2 ആകുക, q 1/2 ആകുക. അപ്പോൾ വേരിയൻസ് n × 1/2 × 1/2. n × 1/2 × 1/2 എന്ന് പറഞ്ഞാൽ n/4. ഓക്കെ. Then eighth property, binomial distribution is symmetric if p equal to q equal to 1/2. പിയും ക്യൂവും തുല്യമാകുക, അല്ലെങ്കിൽ പിയും 1/2 ആകുക, ക്യൂവും 1/2 ആകുക. ആ സമയത്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എല്ലായ്പ്പോഴും സിമ്മെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതിൻ്റെ കർവ് മീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, ആ സെൻട്രൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. എന്നാൽ ഇഫ് പി ഈസ് ലെസ് ദാൻ 1/2, പി 1/2 കുറയുന്ന സമയത്ത്, പി 1/2 കുറയുക എന്ന് പറഞ്ഞാൽ ക്യൂ 1/2 കൂടുതലാകുക എന്ന്, ആ സിറ്റുവേഷനിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ. അതേപോലെ ഇഫ് പി ഈസ് ഗ്രേറ്റർ ദാൻ 1/2, പി ഗ്രേറ്റർ ദാൻ 1/2 എന്ന് പറഞ്ഞാൽ ക്യൂ ലെസ് ദാൻ 1/2 എന്നർത്ഥം. ആ സിറ്റുവേഷനിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എല്ലായ്പ്പോഴും നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ. And last property, in a binomial distribution, p plus q equal to 1. പിയും ക്യൂവും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടേണ്ടത്? 1 ആയിരിക്കും. ഓക്കെ. ഇത്രയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി ഈ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഏതാനും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് n equal to 5 and p equal to 1/3, determine, first question, p of x equal to 1,
സെക്കൻഡ് ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കൂ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എൻ പി നമുക്കറിയാം. ഇൻ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ദി ടു പാരാമീറ്റേഴ്സ് ആർ എൻ ആൻഡ് പി. എന്നും പിയുമാണ് രണ്ട് പാരാമീറ്റേഴ്സ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ. ഓക്കെ, ആൻഡ് ഇഫ് വി നോ ദീസ് ടു പാരാമീറ്റേഴ്സ് വി ക്യാൻ വെരി വെൽ ഫൗണ്ട് ഔട്ട് ഓൾ ദി ടേംസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എല്ലാ ടേംസും നമുക്ക് എഴുതാൻ സാധിക്കും ഇവ രണ്ടും അറിയാമെങ്കിൽ. അപ്പോൾ ഇവിടെ രണ്ടും അറിയാം, n 5 ആണ്, p 1/3 ആണ്. ഇത് രണ്ടും അറിയാമെങ്കിൽ എല്ലാ ടേംസും എഴുതാൻ സാധിക്കും. നമ്മളോട് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഫോർമുല? പി ഓഫ് ആർ ഈക്വൽ ടു എൻ സി ആർ പി റൈസ് ടു ആർ ക്യൂ റൈസ് ടു എൻ മൈനസ് ആർ എന്ന്. ഞാനിവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് എഴുതി. പി ഓഫ് എക്സ് ആകുമ്പോൾ എൻ സി എക്സ് പി റൈസ് ടു എക്സ് എന്നാണ് വേണ്ടത്. ഇവിടെ ആറല്ല, പി റൈസ് ടു എക്സ് ഇൻറ്റു ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ നോക്കൂ, പി ഓഫ് എക്സ് ഈക്വൽ ടു 1 5c1 1/3 റൈസ് ടു 1 2/3. 2/3 എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? 1 മൈനസ് പി ആണ് ക്യൂ. ഓക്കെ, 2/3 റൈസ് ടു 5 മൈനസ് 1. സിംപ്ലിഫൈ ചെയ്ത് 80 ഡിവൈഡഡ് ബൈ 243 കിട്ടും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1 അതിൽ കുറവ് എന്ന് പറഞ്ഞാൽ 1ൽ കുറവ് 0. അപ്പോൾ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മീൻസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. എക്സ് 0യും എക്സ് 1ഉം ആകുന്നത് രണ്ടും ആ പ്രോബബിലിറ്റി ടോട്ടൽ ചെയ്യുക. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് ഇത് കണ്ടുപിടിച്ച് ഇവിടെ ശ്രദ്ധിക്കുക, കണ്ടുപിടിച്ചിരിക്കുന്ന രീതി സിംപ്ലിഫൈ ചെയ്ത് അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. 112 ഡിവൈഡഡ് ബൈ 243 എന്ന് വരും. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് n ഈക്വൽ ടു 500 ആൻഡ് p ഈക്വൽ ടു 0.1. ഫൈൻഡ് ദി മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സായ എന്നും പിയും ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ മീനും വേരിയൻസും കാണാൻ പറയുന്നു. മീൻ എന്തായിരുന്നു? മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ പി ആണ്. മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എൻ പി. n 500 ആണ്, p 0.1 ആണ്. അപ്പോൾ എൻ പി മീൻ 50 ആണ്. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് എന്താണ്? ഫോർമുല എൻ പി ക്യൂ ആണ്. ഓക്കെ, അപ്പോൾ എന്നും പിയും നമുക്ക് തന്നിട്ടുണ്ട്. പി തന്നിരുന്നത് 0.1 ആണ്. പി 1 ആണെങ്കിൽ ക്യൂ എന്തായിരിക്കും? ക്യൂ ഈക്വൽ ടു 1 മൈനസ് 0.1 ആണ്. അപ്പോൾ ക്യൂ വരിക 0.9 ആണ്. അപ്പോൾ വേരിയൻസ് ഈക്വൽ ടു 500 ഇൻറ്റു 0.1 ഇൻറ്റു 0.9 ഈക്വൽ ടു 45 എന്ന് വരും. ക്ലിയർ? മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് ദി പ്രോബബിലിറ്റി ഓഫ് എ ഡിഫക്റ്റീവ് ഐറ്റം ഈസ് 0.1, ഫൈൻഡ് ദി മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡിഫക്റ്റീവ്സ് ഇൻ എ ടോട്ടൽ ഓഫ് 900 അസ്യൂമിങ് ഇറ്റ് ഈസ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. തൊട്ട് മുകളിൽ ചെയ്തതുപോലെ തന്നെ മുകളിൽ അവിടെ നമ്മൾ മീനും വേരിയൻസ് ആണെങ്കിൽ ഇവിടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്നുള്ള വ്യത്യാസം മാത്രം. അപ്പോൾ ഇവിടെ n 900 ആണ്, p 0.1 ആണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ q 0.9 ആയിരിക്കും. ഓക്കെ, അപ്പോൾ മീൻ ഈക്വൽ ടു എൻ പി ആണ്. എൻ പി മീൻസ് 900 ഇൻറ്റു 0.1 ഈക്വൽ ടു 90. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് എൻ പി ക്യൂ ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 900 ഇൻറ്റു 0.1 ഇൻറ്റു 0.9 ഈക്വൽ ടു 9 വരും. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഈക്വൽ ടു 9 ആൻഡ് p ഈക്വൽ ടു 2/3, ഡിറ്റർമിൻ മീൻ ഓഫ് എക്സ്, വേരിയൻസ് ഓഫ് എക്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ രണ്ട് പാരാമീറ്റേഴ്സും തന്നിരിക്കുകയാണ്. എന്നും തന്നിട്ടുണ്ട്, പിയും തന്നിട്ടുണ്ട്. പി 2/3 ആണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊള്ളുക, ക്യൂ 1/3 ആണ്. ഓക്കെ, 1 മൈനസ് 2/3 1/3 ആണ് ക്യൂവിൻ്റെ വാല്യൂ. അപ്പോൾ മീൻ എന്തായിരുന്നു? മീൻ എൻ പി ആണ്. മീൻ എൻ പി ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 2/3 ഈക്വൽ ടു 6 വരും. വേരിയൻസ് എൻ പി ക്യൂ ആണ്. എൻ പി ക്യൂ മീൻസ് 9 ഇൻറ്റു 2/3 ഇൻറ്റു 1/3 ഈസ് ഈക്വൽ ടു 2. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരുന്നു? സ്ക്വയർ റൂട്ട് ഓഫ് എൻ പി ക്യൂ ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് എൻ പി ക്യൂ കണ്ട റൂട്ട് 2. വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് ആണല്ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇപ്പോൾ 2ൻ്റെ സ്ക്വയർ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 1.4142 വരും. മറ്റൊരു ക്വസ്റ്റ്യൻ. കമൻറ്റ് ഓൺ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ദി മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആർ 6 ആൻഡ് 9 റെസ്പെക്റ്റീവ്ലി. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ 6 ആണ്, വേരിയൻസ് 9 ആണ്. അതിന് നിങ്ങളുടെ ഒരു കമൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് കമൻറ്റ് ചെയ്യുക? അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഇൻ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് വേരിയൻസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ മീൻ. വേരിയൻസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ മീൻ. നോക്കൂ, പക്ഷേ ഇവിടെ എങ്ങനെയാണ്? വേരിയൻസ് ഈസ് മോർ ദാൻ മീൻ. മീനിനേക്കാളും കൂടുതൽ. ഒന്നുമില്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അതാണ് നമ്മുടെ കമൻറ്റ്. In a binomial distribution, variance is less than mean, but here the value of mean is less than the value of variance.
So the given statement is wrong. Okay. Another question, comment on the following statement. The mean of binomial distribution is 5. Standard deviation is 3. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണല്ലോ വേരിയൻസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയർ ആണ്. 3ൻ്റെ സ്ക്വയർ 9 വരെ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മീന് വേരിയൻസിനേക്കാളും കുറഞ്ഞു പോയി, അല്ലെങ്കിൽ വേരിയൻസ് മീനിനേക്കാളും കൂടുതലാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. മനസ്സിലായില്ല? അങ്ങനെ റോങ് ആണ് എന്ന് നമുക്ക് പറയാം. അതല്ലാതെ ഒന്നുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെ ഇവിടെ കൊടുത്തിട്ടുള്ള രീതിയിൽ നമുക്ക് അനാലിസിസ് നടത്താൻ സാധിക്കും. ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെന്ന് പറയാം. എങ്ങനെയാണ്? ഒരിക്കൽ കൂടി നോക്കൂ. മീൻ 5 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആയിട്ടുള്ള വേരിയൻസ് 3യുടെ സ്ക്വയറായ 9 എന്നർത്ഥം. അപ്പോൾ മീന് വേരിയൻസും മീൻ 5 വേരിയൻസ് 9. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ വേരിയൻസ് എല്ലായ്പ്പോഴും മീനിനേക്കാളും കുറവായിരിക്കണം. പക്ഷേ ഇവിടെ വേരിയൻസ് എത്രയാണ് വരുന്നത്? 9 ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. നമുക്കിവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്കൊന്നുകൂടെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ നേരത്തെ ചെയ്തതിൻ്റെ ഒന്നുകൂടെ ഒരു പടി കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പോവുകയാണ്. നമുക്കറിയാം മീൻ 5 ആണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മീൻ 5 ആണ് എന്ന് പറഞ്ഞാൽ NP ആണ് 5. ഓക്കെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 എന്ന് പറഞ്ഞാൽ വേരിയൻസ് 9 എന്നർത്ഥം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ മീനിനേക്കാളും കൂടുതൽ വേരിയൻസ് വന്നുകൊണ്ട് റോങ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഒരു പടി കൂടെ ഒന്ന് കൂടുതലായിട്ട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ NPQനെ NP കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന Q, NPQ ഡിവൈഡഡ് ബൈ NP എന്ന് പറഞ്ഞാൽ NPയും NPയും വെട്ടിപ്പോയി ബാക്കി Q ആണ്. Q ഈസ് ഈക്വൽ ടു 1.8 എന്ന് കിട്ടും. ഓക്കെ. ഒരിക്കലും Q 1നേക്കാളും കൂടുതലാകാൻ പാടില്ലല്ലോ. കാരണം Pയും Qയും കൂട്ടിക്കഴിഞ്ഞാൽ 1 വരാൻ പാടുള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് തന്നെയാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് എന്ന്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് ഡൗൺ ഓൾ ദി ടേംസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് n ഈക്വൽ ടു 4 ആൻഡ് p ഈക്വൽ ടു 1/3. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ദി 2 പാരാമീറ്റേഴ്സ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആർ n ആൻഡ് p എന്ന്. അപ്പോൾ എന്നും പിയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ടേംസും എഴുതാൻ സാധിക്കുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു പ്രോപ്പർട്ടി ആയിട്ട്. ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ഡൗൺ ഓൾ ദി ടേംസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ ടേംസും എഴുതണം. ഓക്കെ. അപ്പോൾ p 1/3 ആയതുകൊണ്ട് നമുക്കറിയാലോ Q 1 - 1/3 ആണ്. അപ്പോൾ 2/3 ആണ്. Q എന്ന് പറയുന്നത് 2/3 ആണ്. അപ്പോൾ എന്നും പിയും ക്യൂവും നമുക്കറിയാം. ഓക്കെ. അപ്പോൾ നമുക്ക് ടേംസ് ഒന്ന് എഴുതി നോക്കാം. ഇവിടെ n4 ആണ്. n4 ആയതുകൊണ്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് എത്ര ടേംസ് ഉണ്ടാവും? 5 ടേംസ് ഉണ്ടാവും. ഒന്ന് n ഈക്വൽ ടു 0, മറ്റൊന്ന് n ഈക്വൽ ടു 1, n ഈക്വൽ ടു 2, n ഈക്വൽ ടു 3 ആൻഡ് n ഈക്വൽ ടു 4. ഓക്കെ. n4 ആയതുകൊണ്ട് 4 വരെ NCR എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് 0 മുതൽ 4 വരെ വരാലോ. അപ്പോൾ സക്സസ് 0 ആവാം, സക്സസ് 1 ആവാം, സക്സസ് 2 ആവാം, സക്സസ് 3 ആകാം, സക്സസ് 4 ആകാം. അപ്പോൾ 5 ടേംസ് ആണുള്ളത്. 5 ടേംസ് നമുക്ക് എഴുതാം. P of R ഈക്വൽ ടു 0 ആകുമ്പോൾ 4/0 1/2 raised to 0 2/3 raised to 4 minus 0 ഈക്വൽ ടു 16/81 എന്ന് വരും. ഓക്കെ. ഇതാണ് ഒരു ടേം. മറ്റൊരു ടേം P of R ഈക്വൽ ടു 1 ആണ്. 4C1 into 1/3 raised to 1 into 2/3 raised to 4 minus 1 equal to 32 divided by 81. Third term P of R equal to 2 ആണ്. 4C2 1/3 raised to 2 2/3 raised to 4 minus 2. Simplify ചെയ്ത് 24 divided by 81 എന്ന് കിട്ടും. Then next term P of R equal to 3. 4C3 1/3 raised to 3 2/3 raised to 4 minus 3 8/81 എന്ന് വരും. ഓക്കെ. ആൻഡ് ലാസ്റ്റ് മീൻസ് ഫിഫ്ത്ത് ടേം P of R equal to 4. 4C4 1/3 raised to 4 2/3 raised to 4 minus 4 equal to 1/81. ഇതെല്ലാം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. 16 plus 32 plus 24 plus 8 plus 1 equal to 81 divided by 81 equal to 1 എന്ന് വരും. മനസ്സിലായി? അപ്പോൾ എല്ലാ ടേംസും എഴുതുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. 0 മുതൽ ഈ n വരെയുള്ള n എത്രയുണ്ടോ
അതിനേക്കാളും ഒന്ന് കൂടുതലായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. ഇവിടെ n 4 ആയതുകൊണ്ട് 5 ടേംസ് ഉണ്ടാവും. കാരണം ഫസ്റ്റ് ടേം തന്നെ വരിക P of R equal to 0 എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് എല്ലാ ടേംസും എഴുതുക. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്നും പിയും ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്നും പിയും അറിയാമെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ ടേംസും നമുക്ക് എഴുതാൻ സാധിക്കും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് 6, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് √2. ഫൈൻഡ് ദി പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? എന്നും പിയും ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ 2 പാരാമീറ്റേഴ്സ് എന്നും പിയും ആണ്. എന്നും പിയും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ്. ഓക്കെ, ഇപ്പോൾ മീൻ 6 ആണ്. മീൻ 6 എന്ന് പറഞ്ഞാൽ എൻ പി ആണ് 6 എന്നർത്ഥം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √2 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എൻ പി ക്യൂ ഈസ് ഈക്വൽ ടു √2. അപ്പോൾ എൻ പി ക്യൂ എന്ന് പറഞ്ഞാൽ √2ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ പി 6 ആണ്, എൻ പി ക്യൂ 2 ആണ്. അപ്പോൾ എൻ പി ക്യൂവിനെ എൻ പി കൊണ്ട് ഡിവൈഡ് ചെയ്യും. എൻ പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ പി എത്രയാണ്? ഇവിടെ എൻ പി ക്യൂ 2 ആണ്, 2/6. ക്ലിയർ? അപ്പോൾ എൻ പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ പി എന്ന് പറയുമ്പോൾ ഈ എൻ പിയും ക്യാൻസൽ ചെയ്തു പോകുന്നു. ബാക്കി ക്യൂവേ വരുന്നുള്ളൂ. ക്യൂ ഈസ് ഈക്വൽ ടു 1/3 എന്ന് വരും. ക്യൂ 1/3 ആണെങ്കിൽ നമുക്കറിയാം പി ഈസ് ഈക്വൽ ടു 1 - ക്യൂ ആണ്. 1 - ക്യൂ 1 - 1/3 ഈക്വൽ ടു 2/3. അപ്പോൾ പിയുടെ വാല്യൂ നമുക്ക് കിട്ടി 2/3 ആണ്. പിയുടെ വാല്യൂ എത്രയാണ്? 2/3. ഒരു പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ 2 പാരാമീറ്റേഴ്സ് എന്നും പി ആണ്. പി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, എൻ പി എന്തായിരുന്നു? മീൻ 6 ആണ് എൻ പി. ഓക്കെ, അപ്പോൾ ഈ എൻ പി 6 ആണ്. അതിൽ എൻ പിയിൽ പി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ n ഇൻറ്റു പി എന്നുള്ളിടത്ത് n ഇൻറ്റു 2/3 ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. n ഇൻറ്റു 2/3 6 എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 2/3 മീൻസ് 6 ഇൻറ്റു 3/2 ഈക്വൽ ടു 9 എന്ന് വരും. ഓക്കെ, അപ്പോൾ n 9 ആണ്. അപ്പോൾ 2 പാരാമീറ്റേഴ്സ് ആർ n ഈക്വൽ ടു 9 ആൻഡ് p ഈക്വൽ ടു 2/3. ക്ലിയർ? അപ്പോൾ 2 പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കൺസിസ്റ്റിംഗ് 5 ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ്. 5 ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് 5 ആണ്. n 5 ആണെന്ന് അർത്ഥം. പ്രോബബിലിറ്റി ഫോർ 1 and 2 സക്സസ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ആർ ഈക്വൽ ടു 1 പി ഓഫ് ആർ ഈക്വൽ ടു 2 ആർ 0.4096 ആൻഡ് 0.2048 റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദി പാരാമീറ്റർ പി. പി കണ്ടുപിടിക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ 2 പാരാമീറ്റേഴ്സ് എന്നും പി ആണെന്നറിയാം. n ഇവിടെ തന്നിട്ടുണ്ട്. പി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിവിടെ അഡീഷണലായിട്ട് തന്നിട്ടുള്ള എന്താ? പി ഓഫ് ആർ ഈക്വൽ ടു 1ൻ്റെ വാല്യൂ പ്രോബബിലിറ്റി വാല്യൂ 0.4096ഉം പി ഓഫ് ആർ ഈക്വൽ ടു 2ൻ്റെ വാല്യൂ 0.2048 ആണെന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ? നോക്കൂ, n 5 ആണ്. പി ഓഫ് ആർ ഈക്വൽ ടു 1 തന്നിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണ്? പി ഓഫ് ആർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 5c1 p റേസ് ടു 1 q റേസ് ടു n - 1 എന്നാണ്. 5 - 1 ഈക്വൽ ടു 0.4096 ആണ്. ഈ വാല്യൂ തന്നിട്ടുണ്ട്. സിംപ്ലിഫൈ ചെയ്ത 5c1 എന്ന് പറഞ്ഞാൽ 5 ആണ്. p റേസ് ടു 1 മീൻസ് p. q റേസ് ടു 5 - 1 എന്നാണ് q റേസ് ടു 4. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത 5p q റേസ് ടു 4 ഈക്വൽ ടു 0.4096 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേം 0.4096 ആയിരുന്നു. അത് നമുക്ക് ഇങ്ങനെ പറയാം, 5p q റേസ് ടു 4 ഈക്വൽ ടു 0.4096 എന്ന് പറയാം. ഓക്കെ, പിന്നെ പി ഓഫ് ആർ ഈക്വൽ ടു 2 സെക്കൻഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. അത് 0.2048 ആണ്. മീൻസ് പി ഓഫ് ആർ ഈക്വൽ ടു 2 അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? 5c2 p റേസ് ടു 2 q റേസ് ടു 5 - 2 ഈക്വൽ ടു 0.2048. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 10p സ്ക്വയർ q റേസ് ടു 3 ഈസ് ഈക്വൽ ടു 0.2048 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പി ഓഫ് ആർ ഈക്വൽ ടു 1ഉം പി ഓഫ് ആർ ഈക്വൽ ടു 2 നമുക്ക് ഇങ്ങനെ എഴുതാം. പി ഓഫ് ആർ ഈക്വൽ ടു 1 ഇങ്ങനെ എഴുതാം, പി ഓഫ് ആർ ഈക്വൽ ടു 2 ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഇത് ഒന്നിനെ ഈ ആദ്യത്തേതിനെ രണ്ടാമത്തെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5p q റേസ് ടു 4 ഡിവൈഡഡ് ബൈ 10p സ്ക്വയർ q റേസ് ടു 3 ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ 0.4096 ഡിവൈഡഡ് ബൈ 0.2048 എന്ന് വരും. ഓക്കെ,
അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 5ഉം 10ഉം ക്യാൻസൽ ചെയ്ത് പോയി താഴെ 2 വരും. ഇവിടെ പി ക്യാൻസൽ ചെയ്ത് പോയി താഴെ ഒരു പി ഉണ്ടാവും. ഇവിടെ q⁻³ എന്നുള്ള 3 ക്യൂവും ക്യാൻസൽ ചെയ്തു ഇവിടെ മുകളിൽ ഒരു ക്യൂ ബാക്കി ഉണ്ടാവും. അപ്പോൾ q/2p എന്ന് സിംപ്ലിഫൈ ചെയ്ത് വരും. q/2p ഈക്വൽ ടു ഇത് ഡിവൈഡ് ചെയ്ത് 2 വരും. അപ്പോൾ 4p ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 2p × 2 4p ഈക്വൽ ടു q എന്ന് വരും. 4p ഈക്വൽ ടു q എന്ന് പറഞ്ഞാൽ 1 - p ആണ്. ഇപ്പോൾ 4p ഈക്വൽ ടു 1 - p. ഇപ്പോൾ 4p ഈ q ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 4p + p ഈക്വൽ ടു 1 5p ഈക്വൽ ടു 1 p ഈക്വൽ ടു 1/5 എന്ന് വരും. അപ്പോൾ ഈ 5p എന്ന പാരാമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിയുടെ വാല്യൂ 1/5 എന്ന് വരും. ക്ലിയർ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് തന്നെ, എങ്കിലും ആ കാൽക്കുലേഷനൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് വിശദമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.